ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് വന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, മല്ലിയില, പിന്നെ 2 മുട്ട പുഴുങ്ങി ചെറുതായി മുറിച്ചതാണിത്. പിന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ചെറിയ പീസായി എടുത്തതാണ്. ഇത് പുഴുങ്ങി വെച്ച ക്യാരറ്റാണ്. പിന്നെ ആവശ്യം അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി. ആദ്യം നമുക്ക് പുഴുങ്ങി വെച്ച ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പും പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവെടുത്ത് അതിൽ മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ കായയുടെ ഒരു ആകൃതിയിലാണ് ഇത് എടുക്കുന്നത്. ഇതിലേക്ക് മസാല നല്ലോണം ഫില്ല് ചെയ്യണം. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്.
ഇതുപോലെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റൊക്കെ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.